ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. മുട്ട വെച്ചിട്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ അറിയാത്തവർ കാണും, അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടും കൂടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതൊന്ന് നോക്കിയിട്ടൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ചേരുവകളാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സവാള വേറെ നമുക്ക് വേണം, ഫ്രൈ ചെയ്തിടാനായിട്ട് 2 എണ്ണം വേണം. അതുപോലെ തന്നെ 2 തക്കാളി, വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. 1 ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ പൊടി വർഗ്ഗങ്ങൾ എന്താണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി ഒരു 10-12 കഷ്ണം എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടത് പെരുംജീരകം 2 ടീസ്പൂൺ, പിന്നെ 4-5 ഏലക്കായ. ഇത് ചോറിനകത്തിടാനാണ്, അരിക്കകത്തിടാനാണ്. അപ്പോൾ ഇതിന് വേണ്ട പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ തന്നെ കുരുമുളക് മണി, സ്റ്റാറും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കെടുത്ത് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ചരുവത്തിനകത്ത് വെള്ളം അതിൻ്റെ അളവിനനുസരിച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേ അളവിന് തന്നെയാണ് വെള്ളം നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും, അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പു, പട്ട, കുരുമുളക്, അതുപോലെ തന്നെ ഗ്രാമ്പു എല്ലാം കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. സ്റ്റാർ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഇട്ടാലും മതിയാവും. ചിക്കൻ സ്റ്റോക്ക് ഇടുമ്പോൾ അതിന് കുറച്ചൊന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് തിളപ്പിച്ചെടുക്കാം. ആദ്യം ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് വന്നോളും, ആ വെള്ളമെല്ലാം വറ്റി വന്നോളും. അപ്പോൾ ഞാനിവിടെ തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി അരിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അത് ഒരുപാട് അടച്ച് വയ്ക്കേണ്ട, പകുതി അടച്ച് വെച്ചാൽ മതിയാവും. നമ്മൾ അടച്ച് അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആവി കൊണ്ടിട്ട് അത് വെന്ത് പോകും. അപ്പോൾ നമുക്ക് പകുതി തുറന്ന് വയ്ക്കാം. ഇനി ഒരു പാന് അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പെരുംജീരകവും ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചതും അതുപോലെ തന്നെ പൊടികളും, നമ്മൾ മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സവാള വഴന്നൊന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് പൊടി മാത്രമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുമ്പോഴേക്കും നമുക്ക് മൊത്തത്തിൽ എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ചുവന്നുള്ളി, അതിൻ്റെ പേസ്റ്റ് നമുക്ക് അത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, ഒരുമാതിരി ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം എല്ലാം പോകുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വലിയ തക്കാളിയാണ്. വലിയ തക്കാളി ഇല്ലെങ്കിൽ ചെറിയ 3 എണ്ണം എടുത്താൽ മതിയാവും. ഇനി മല്ലിയില നമുക്ക് വേണം. മല്ലിയില എപ്പോഴും ബിരിയാണിക്ക് നമ്മൾ ഇടുമല്ലോ, അപ്പം ഞാനിത് പറയാൻ വിട്ടുപോയി. മല്ലിയില നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിൻ്റെ വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ആ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് മിക്സായി വരട്ടെ, ഒന്ന് പച്ചമണം എല്ലാം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് മുട്ട ഓരോന്നായിട്ട് വരഞ്ഞിങ്ങനെ കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇനി ഇതിലേക്ക് അതിനാവശ്യത്തിനുള്ള വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ എപ്പോഴും നമ്മൾ ആദ്യമേ
ഒരുപാട് ഇട്ട് കൊടുക്കരുത്. നമ്മൾ നോക്കിയിട്ട് വേണം അളവിനനുസരിച്ച് ഇടാൻ. ഞാനിത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിനെയും ഇതുപോലെ തന്നെ സിമ്മിലിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ മുട്ട ഞാൻ റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അത് കാഷ്യൂസും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി എപ്പോഴും നമ്മൾ കഴുകിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിത് ഫ്രൈ ആയിട്ട് മാറ്റിയെടുക്കുവാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയാണ്, അത് ചോറിലിടാനായിട്ടാണ്. അപ്പോൾ ഞാൻ അതും കൂടെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും സവാള ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ നേരത്ത് 1 ടീസ്പൂണ് പഞ്ചസാര നമ്മൾ ഇടുന്നത് നന്നായിരിക്കും. ഇടുന്നതിന് കാരണം അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. നല്ല ഒന്നിനോടൊന്ന് തൊടാതെ നന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് കിടക്കും. സവാള നന്നായിട്ട് മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിടക്കും. കണ്ടോ, നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഉപ്പിനെക്കാട്ടിൽ എപ്പോഴും നല്ലത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് അടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഈ പറയുന്നതെല്ലാം മല്ലിയില, കാഷ്യൂസ്, ഉണക്കമുന്തിരി, ഇങ്ങനെ നമുക്ക് അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തത്, ഇതെല്ലാം കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് പലതവണ ഇട്ട് കൊടുത്ത് നമ്മൾ അതിൻ്റെ കുറച്ച് ഒരു ഹാഫ് പോർഷൻ എത്തുമ്പോൾ നമുക്ക് മുട്ടയുടെ മസാല കുറച്ച് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതിനെ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ചോറൊക്കെ എടുത്ത് വെച്ചതിന് ഫുള്ളിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്കി മുട്ടയുടെ മസാലയും മുട്ടയെല്ലാം കൂടെ അതിലേക്ക് നമുക്ക് നിരത്തി കൊടുത്ത് അടച്ച് വെക്കാം. അടച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ സിമ്മിൽ കിടക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.